ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പലയിടങ്ങളിലും ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. നമുക്ക് പഠനത്തിന് തടസ്സകരമായി തീരുവാൻ ഇടയാകാതെ, ഈ നെറ്റ് പ്രോബ്ലം ഉണ്ടാകാതെ ഒക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം എന്നുള്ളതാണ് നിങ്ങൾ ഹെഡിങ് എഴുതി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനത്തെ സംബന്ധിച്ച് പ്രാരംഭമായി ഓർപ്പിക്കുവാനുള്ള കാര്യം, വേദപുസ്തകത്തിലെ 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം എന്നുള്ളത്. ഈ ലേഖനത്തിലെ ഒരു പ്രത്യേകതയാണ്. ഫിലിപ്പിയ ലേഖനം വേദപുസ്തകത്തിലെ 50-ാമത്തെ പുസ്തകമാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അക്കങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത് നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ കഴിയും. 50 എന്നുള്ളതായിരിക്കുന്ന ആ അക്കത്തിന് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് പലതും അറിയാം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ അത് 50-ാം ദിവസത്തെ പെരുന്നാളാണ് എന്നുള്ളത് നമുക്കറിയാം. ആ 50-ാം ദിവസമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വന്നത്. എന്താണ് അന്നത്തെ പ്രത്യേകത? പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി കർത്താവ് അയച്ചതായിരിക്കുന്ന ദിവസമാണ്. അത് 50-ാം ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ലേവ്യ പുസ്തകം 25-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 50-ാം വർഷം എന്നത് യോവേൽ സംവത്സരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50-ാം വർഷം എന്താണ് അതിന്റെ പ്രത്യേകത? യോവേൽ സംവത്സരമാണ്. അതാണ് 50-ന്റെ മറ്റൊരു പ്രത്യേകത. ഭാഗത്തു നിന്നും മുൻപോട്ട് നീങ്ങുകയാണ്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ 11-ാമത്തെ പുസ്തകമാണ് ഏത് പുസ്തകം? ഫിലിപ്പിയ ലേഖനം എന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഫിലിപ്പിയ പട്ടണത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാം എഴുതി അതുപോലെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ സാവകാശം പറയാം. നിങ്ങളുടെ ഭാഷയിൽ സാവകാശം ഫിലിപ്പിയ പട്ടണത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. നിങ്ങൾ അതുപോലെ എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ വേറെ പറയാം. എഴുതേണ്ടതായിരിക്കുന്ന വിഷയങ്ങൾ അതുപോലെ പറയാം. പക്ഷേ ഈ ഫിലിപ്പിയ പട്ടണത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സാവകാശമുള്ളതുപോലെ നിങ്ങളുടെ ഭാഷയിലെ ആ ഭാഗങ്ങൾ നോട്ട് ചെയ്താൽ മതി. മഹാനായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് 2-ാമൻ എന്ന് പറയുന്ന രാജാവാണ് BC 356 ഈ ഫിലിപ്പിയ പട്ടണം പിടിച്ചടക്കി അത് പണിയുവാനായിട്ട് ആരംഭിച്ചത്. മനസ്സിലായല്ലോ? അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് 2-ാമൻ എന്ന് പറയുന്ന രാജാവാണ്
BC 356 ഫിലിപ്പിയ പട്ടണം പിടിച്ചടക്കുകയും അത് പണിയുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഈ ഫിലിപ്പിയ എന്ന് പറയുന്നതായ ഈ പട്ടണം ഏത് ഭൂഖണ്ഡത്തിലാണെന്നറിയാമോ? യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ മാസിഡോണിയ എന്ന് പറയുന്ന ഏരിയയിൽ ആണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മാസിഡോണിയ എന്നാണ് ഇന്ന് പറയുന്നതെങ്കിലും വേദപുസ്തക ഭാഷയിൽ മക്കദോന്യ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്ന പേര്. അപ്പൊ യൂറോപ്പ് പട്ടണത്തിലുള്ളതായിരിക്കുന്ന മാസിഡോണിയ അഥവാ മക്കദോന്യ ഏരിയയിലുള്ളതായ ഒരു പട്ടണമായിട്ടാണ് ഫിലിപ്പിയ പട്ടണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ പട്ടണത്തിന്റെ മറ്റൊരു പ്രത്യേകത, റോമൻ പടയാളികളായിരിക്കുന്നവർ റിട്ടയർഡ് ആകുമ്പോൾ അവരെ താമസിപ്പിക്കുവാനായിട്ട് പണിത ഒരു കോളനി ആയിരുന്നു ഈ ഫിലിപ്പിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? ഫിലിപ്പിയ പട്ടണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റിട്ടയർഡ് ആയിരിക്കുന്ന റോമൻ പടയാളികളെ താമസിപ്പിക്കുവാൻ വേണ്ടി അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണിത ഒരു കോളനി ഈ ഫിലിപ്പിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, റോമൻ പൗരന്മാരായിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നവർ. റോമൻ പൗരന്മാർ. റോമൻ പൗരനെന്ന് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നവർക്ക് അതൊരു വലിയ അഭിമാനമായിരുന്നു. നമുക്കറിയാം, സാമ്രാജ്യങ്ങളിൽ അഭ്യുന്നതി പ്രാപിച്ച സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഏത്? റോമൻ സാമ്രാജ്യം. അതിനു മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ബാബിലോൺ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം. അതിനൊക്കെ ശേഷം വന്ന ലോകൈക സാമ്രാജ്യങ്ങളിൽ വളരെ അഭ്യുന്നതി പ്രാപിച്ച ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? റോമൻ സാമ്രാജ്യം. അപ്പോൾ ആ ഫിലിപ്പിയ പട്ടണത്തിലാണ് ദൈവസഭ ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പിയ പട്ടണത്തിൽ കൂടുതലായിട്ടും താമസിച്ചിരുന്നത് ആരായിരുന്നു? റോമൻ പൗരന്മാരാ, റോമൻ പൗരത്വമുള്ളവരാ. അപ്പൊ റോമൻ പൗരത്വത്തിൽ വളരെ അഭിമാനം കൊണ്ടതായിരിക്കുന്ന അനേകർ ഒരുപക്ഷെ ദൈവസഭയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പൗലോസ് സ്വർഗീയ പൗരത്വത്തെ കുറിച്ച് എടുത്തു പ്രസ്താവിച്ചിരിക്കുന്നത്, അല്ലേ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന്. താൻ എഴുതിയതിന്റെ കാരണം റോമൻ പൗരത്വത്തെക്കാൾ ഉന്നതമായ ഒരു പൗരത്വമാണ് സ്വർഗീയ പൗരത്വം എന്ന് അവരെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടി ആയിരിക്കാം പൗലോസ് അങ്ങനെ എഴുതുവാനായിട്ട് ഇടയായത്. അടുത്തതായിട്ട് നാം ഫിലിപ്പിയ പട്ടണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോന്യയിലുള്ളതായ ഒരു പട്ടണമായിരുന്നു ഏത്? ഫിലിപ്പിയ പട്ടണം. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് രണ്ടാമൻ എന്ന് പറയുന്നതായ രാജാവ് ഈ ഏരിയ പിടിച്ചടക്കി താന് സിംഹാസന ആരോഹണം ചെയ്യുന്ന സമയത്ത്
ഇതൊരു ചെറിയ രാജ്യമായിരുന്നു. ഏത്? മാസിഡോണിയ അല്ലെങ്കിൽ മക്കതോന്യ. ശ്രദ്ധിക്കണം. എന്നാൽ ഈ ചെറിയ രാജ്യമായിരിക്കുന്ന മാസിഡോണിയ അല്ലെങ്കിൽ മക്കതോന്യ എന്ന് പറയുന്ന ഈ രാജ്യം വിസ്തൃതമാക്കി തീർക്കുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. കുറച്ചുകൂടെ വിസ്തൃതം ആകാനായിട്ട് താൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി താൻ ആദ്യം ചെയ്തത് തൻ്റെ സൈന്യത്തിന് പുതിയ ആയുധങ്ങൾ നൽകി നവീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്തിനാ പുതിയ ആയുധങ്ങൾ നൽകി നവീകരിക്കുന്നത്? എന്തിനാ? അടുത്ത ദേശമെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാ. അപ്പൊ തന്റെ രാജ്യം വിസ്തൃതമാക്കുവാനായിട്ട് രാജാവ് എന്താ ചെയ്തത്? തന്റെ സൈന്യത്തിന് പുതിയ ആയുധങ്ങൾ നൽകി അവരെ ഒന്നുകൂടെ നവീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ നവീകരണം എന്ന് പറയുന്നതിന് വളരെ സാമ്പത്തിക ചെലവുണ്ടായിരുന്നു. കാരണം പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് സ്വരൂപിക്കുവാനും വളരെ സാമ്പത്തിക ചെലവ് നേരിടുവാനിടയായി. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി കണ്ടുപിടിച്ച മാർഗം എന്താണെന്നറിയാമോ? സമീപ സ്ഥലങ്ങളിലുള്ള സ്വർണക്കനികൾ അദ്ദേഹം കീഴടക്കുവാനിടയായി. മനസ്സിലായോ? സാമ്പത്തിക ചെലവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തതായിരിക്കുന്ന കാര്യം എന്താണ്? സമീപ പ്രദേശങ്ങളിൽ ആ കാലത്ത് സ്വർണക്കനികൾ ഉണ്ടായിരുന്നു. ആ സ്വർണക്കനികളെല്ലാം അദ്ദേഹം പിടിച്ചടക്കി. അതുകൊണ്ട് ഈ കനികളിൽ നിന്ന് ഓരോ വർഷം തോറും ഏതാണ്ട് 1000 താലന്ത് സ്വർണം തനിക്ക് ആദായമായി ലഭിക്കാനിടയായി. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള മാർഗം അദ്ദേഹം കണ്ടുപിടിച്ചു. എന്തോ ആ മാർഗം? സമീപ സ്ഥലങ്ങളിലൊക്കെയുള്ള സ്വർണക്കനികൾ അദ്ദേഹം വെട്ടിപ്പിടിച്ചു, അത് കീഴടക്കി. ആ കനികളിൽ നിന്ന് വർഷം തോറും 1000 താലന്ത് സ്വർണം അദ്ദേഹത്തിന് ആദായം ലഭിക്കാനിടയായി. അങ്ങനെ സൈന്യത്തെ നവീകരിച്ച് പുതിയ ആയുധങ്ങൾ നൽകി അവരെ യുദ്ധം ചെയ്യിപ്പിച്ചത് മുഖാന്തരം എന്താ സംഭവിച്ചത്? അനേക രാജ്യങ്ങൾ, അടുത്തടുത്ത് കിടക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന് കീഴടക്കി തൻ്റെ രാജ്യത്തോട് അതിനെ ലയിപ്പിക്കുവാനായിട്ട് ഇടയായി. ആ സ്ഥലത്തിനടുത്ത് വേറൊരു സ്ഥലമുണ്ടായിരുന്നു. ഏത് സ്ഥലത്തിനടുത്ത്? ഫിലിപ്പിയയ്ക്ക് അടുത്ത്. ക്രിനിഡിയസ് എന്നാണ് അതിന്റെ പേര്. ക്രിനിഡിയസ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ പേരിന്റെ അർത്ഥം നീരുറവുള്ള സ്ഥലം എന്നാണ്. ഫിലിപ്പിയ പട്ടണത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്രിനിഡിയസ്. ആ പേരിന്റെ അർത്ഥം എന്താണ്? നീരുറവുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെല്ലാം അനേക പുഴകളും തോടുകളും ഒഴുകുന്നുണ്ടായ ഒരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിലിപ്പിയ എന്ന് പറയുന്നതായിരിക്കുന്ന ഏറിയയിലും അനേക അരുവികളും പർവ്വത നിരകളും നിറഞ്ഞതായ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. പുഴകളും തോടുകളുമുണ്ട്, അരുവികളുണ്ട്, പർവ്വത പ്രദേശങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട്
അനേകരാൽ ആകർഷിക്കപ്പെട്ടതായ ഒരു സ്ഥലമായിരുന്നതിനാലാണ് ഫിലിപ്പ് രാജാവിനെയും ഈ സ്ഥലം ആകർഷിച്ചതിന്റെ ഫലമായി ഈ സ്ഥലത്തെ കീഴടക്കുവാനായിട്ടിടയായതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഫിലിപ്പ് രാജാവിനെ ആകർഷിച്ചതിനാൽ ഈ സ്ഥലം അദ്ദേഹം കീഴടക്കി ഇതിനു ശേഷം അവിടെ താന് ഫിലിപ്പിയയിൽ ഒന്നുകൂടെ പട്ടണം പണിതുയർത്തുവാനിടയായി. അങ്ങനെ പണിതുയർത്തിയതായ ഈ പട്ടണത്തിന് തൻ്റെ പേര് നിലനിർത്തുവാൻ വേണ്ടിയാണ് ഫിലിപ്പിയ എന്ന് അതിന് നാമകരണം ചെയ്യുവാനായിട്ട് ഇടയായത്. നമുക്കറിയാം, നമ്മുടെ സ്ഥലങ്ങളിൽ, കൊച്ചു കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പേര് വന്നതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം, ഇല്ലേ? ഞാനിപ്പോ അതൊന്നും എടുത്തു പറയുന്നില്ല. അപ്പൊ ഓരോ സ്ഥലത്തിന് ഓരോ പേരുകളൊക്കെ വരാനായിട്ട് എന്തെങ്കിലും ഓരോ കാരണങ്ങൾ കാണും. അപ്പോ ഫിലിപ്പ് രാജാവ് ഫിലിപ്പിയ പട്ടണത്തെ പണിതുയർത്തിയത് കൊണ്ടാണ് തന്റെ പേര് നിലനിർത്തേണ്ടതിന് വേണ്ടി ഫിലിപ്പിയ എന്ന് ഈ പട്ടണത്തിന് പേരിടുവാനുണ്ടായ കാരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രത്നചുരുക്കമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഫിലിപ്പിയ പട്ടണത്തെ സംബന്ധിച്ച് നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഫിലിപ്പിയയിൽ എങ്ങനെയാണ് സഭ ഉണ്ടായത്? ഫിലിപ്പിയ സഭയുടെ ചരിത്രമാണ് നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഫിലിപ്പിയയിൽ സഭയുണ്ടായത് എങ്ങനെ, അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയുടെ ആരംഭം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് ഫിലിപ്പിയ സഭയുടെ ആരംഭത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് പ്രത്യേകം ഉണ്ടായതായ ഒരു നിയോഗ മുഖാന്തരമാണ് പൗലോസും ശീലാസും കൂടെ അവിടെ എത്തിച്ചേരുവാനിടയായത്. തനിക്ക് ദർശനത്തിൽ ഉണ്ടായതായ ദർശനം എന്താണ്? മക്കദോന്യ അല്ലെങ്കിൽ മാസിഡോണിയ എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് നിന്നൊരു പുരുഷൻ ആ സ്ഥലത്തേക്ക് തന്നെ ആഹ്വാനം ചെയ്തതായിട്ട് തനിക്ക് ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് പൗലോസ് എവിടേക്ക് പോയത്? മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോന്യ എന്ന് പറയുന്നതായ ഈ പ്രദേശത്തേക്ക്, അഥവാ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് പൗലോസ് എത്തിച്ചേരുവാനായിട്ടുണ്ടായ കാരണം, ഈ യാത്ര പൗലോസിന്റെ രണ്ടാമത്തെ മിഷനറി യാത്രയിലാണ് സംഭവിച്ചത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ പൗലോസിന്റെ മിഷനറി യാത്ര എന്ന് പറയുന്നത് തന്നെ ബൈബിൾ സ്കൂളിൽ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. 1-ാം മിഷനറി യാത്ര, 2-ാം മിഷനറി യാത്ര, 3-ാം മിഷനറി യാത്ര, ഇതെല്ലാം ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന്റെ രണ്ടാമത്തെ മിഷനറി യാത്രയിലാണ് ഇങ്ങനെ മക്കദോന്യയിലേക്ക് അഥവാ മാസിഡോണിയയിലേക്ക് പൗലോസ് കടന്നു പോകുവാനുള്ളതായ മുഖാന്തരം ഉണ്ടായത്. പൗലോസിന്റെ ഒന്നാമത്തെ മിഷനറി യാത്ര എന്ന് പറയുന്നത് AD 46 മുതൽ 48 വരെയുള്ള കാലങ്ങളിലായിരുന്നു. ശ്രദ്ധിക്കണം, ഇത് നോട്ട് ചെയ്യണം.
പൗലോസിന്റെ ഒന്നാമത്തെ മിഷനറി യാത്ര എപ്പോഴായിരുന്നു? AD 46 മുതൽ 48 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 3-ാം വാക്യം മുതൽ അതിന്റെ 14-26 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പറയാം, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 3 മുതൽ 14-26 വരെയുള്ള ഭാഗത്താണ് പൗലോസിന്റെ ഒന്നാമത്തെ മിഷനറി യാത്രയെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നത്. പൗലോസിന്റെ രണ്ടാമത്തെ മിഷനറി യാത്രയെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 39 മുതൽ 18-22 വരെയുള്ള ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-39 മുതൽ 18-22 വരെയുള്ള ഭാഗത്താണ് രണ്ടാം മിഷനറി യാത്ര. അതിന്റെ കാലഘട്ടം AD 49 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. AD 49 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലാണ് പൗലോസ് രണ്ടാമത്തെ മിഷനറി യാത്ര നടത്തിയത്. അടുത്തത് പൗലോസിന്റെ മൂന്നാമത്തെ മിഷനറി യാത്ര AD 53 മുതൽ 57 വരെയുള്ള കാലഘട്ടത്തിലാണ്. AD 53 മുതൽ 57 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 23 മുതൽ 21-16 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 23 മുതൽ 21-16 വരെയുള്ള ഭാഗത്താണ് മൂന്നാമത്തെ മിഷനറി യാത്രയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, മക്കദോന്യ അല്ലെങ്കിൽ മാസിഡോണിയ എന്ന് പറയുന്നതായ ഈ രാജ്യം ഏത് ഭൂഖണ്ഡത്തിലായിരുന്നു എന്നാ ഞാൻ പറഞ്ഞേ? യൂറോപ്പ് ഭൂഖണ്ഡത്തിലായിരുന്നു. യൂറോപ്പ് ഭൂഖണ്ഡത്തിലായിരുന്നു. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യം സുവിശേഷം അറിയിക്കപ്പെട്ടത് ഈ ഫിലിപ്പിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് നീങ്ങാം. ശിഷ്യന്മാരോട് കർത്താവ് അരുളിച്ചത് എന്തായിരുന്നു? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയിട്ട് എൻ്റെ സാക്ഷികളാകണം. അങ്ങനല്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂഖണ്ഡക്കാരും യേശുവിനെ അറിയണം. അതാ അതിന്റെ അർത്ഥം. അതാ, ഏഷ്യക്കാര് മാത്രം അറിഞ്ഞാൽ പോരാ, യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ അറിയണം, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ അറിയണം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ ഏത് ഭൂഖണ്ഡക്കാരായാലും യേശുവിനെ വിശ്വസിക്കണം, അവർ സ്നാനപ്പെടണം എന്നുള്ളത് വ്യക്തമായ ഉപദേശമാണ്. ഏത് ഭൂഖണ്ഡക്കാരായാലും ദൈവത്തിനെ അനുസരിക്കണം. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡക്കാർ കൂടുതൽ അനുസരിക്കണം, മറ്റു ഭൂഖണ്ഡക്കാർ അത്ര അനുസരിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ദൈവവചനം
അനുസരിക്കണം. അപ്പൊ യൂറോപ്പ് ഭൂഖണ്ഡക്കാരും യേശുവിനെ അറിയണം, അവരും സ്നാനപ്പെടണം. അതാണ് തുടർന്ന് നമുക്ക് ഈ ഫിലിപ്പിയ സഭയുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യം രക്ഷിക്കപ്പെട്ടത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ കർണക്കാരാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണൻ, ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ യെരൂശലേം ദേവാലയത്തിലെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് അവിടെ സന്ദർശിച്ച്, ദേവാലയം സന്ദർശിച്ച്, അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹം തന്റെ തേരിൽ മടക്കയാത്ര ചെയ്യുമ്പോഴാണ് ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞത്, നീ ആ മരുഭൂമിയിലേക്ക് ചെല്ലുക എന്ന്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കാണുന്ന തേരിനോട് ചേർന്ന് നടക്കാൻ. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞ കൃത്യമായിട്ട് പറയത്തുള്ളൂ കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നത് എല്ലാം കൃത്യമാണ്. മരുഭൂമിയിലോട്ട് ചെന്നിട്ട് പിന്നെ എന്തിനാന്ന് അറിയാനായിട്ട് പിന്നെ നടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. പരിശുദ്ധാത്മാവ് നേരത്തെ മുൻകണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയത്തുള്ളൂ. മരുഭൂമി ഫിലിപ്പോസ് പിന്നെ വട്ടം കറങ്ങി നടക്കേണ്ടി വന്നു. എന്തിനാ ഇങ്ങോട്ട് ആത്മാവ് പറഞ്ഞു വിട്ടത്? അങ്ങനെ നടക്കേണ്ടി വന്നോ? ഇല്ല. താൻ ചെന്ന പാടെ കണ്ടത് ഒരു രഥം, ഒരു തേര് അതിലെ ഇങ്ങനെ പോകുന്ന കാഴ്ച. ഉടനെ ദൈവാത്മാവ് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കുക. അങ്ങനെ ചേർന്ന് നടന്ന സമയത്ത് ആ തേരിലിരിക്കുന്നതായ ആ രാജ്ഞിയുടെ മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ ആ ദേവാലയത്തിന്റെ ഭാഗത്തു നിന്ന് വാങ്ങിച്ച യെശയ്യാ പ്രവചനത്തിന്റെ ഒരു ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്, അല്ലേ? അപ്പം ഫിലിപ്പോസ് ഒരൊറ്റ ചോദ്യമാണ്. എന്താ ചോദിച്ചത്? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ല. പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ലെങ്കിൽ പിന്നെ ഞാനിത് എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വായിക്കുന്നത് ഗ്രഹിച്ചുകൊണ്ട് വേണം വായിക്കാൻ കേട്ടോ. വായിക്കുന്നത് എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. അപ്പൊ ഷണ്ണൻ ഫിലിപ്പോസ് പറയുകയാണ്, ഞാന് എന്ത് ചെയ്യാം? അതിന്റെ പൊരുൾ തിരിച്ചു തരാം. അങ്ങനെ ഫിലിപ്പോസിനെ ഷണ്ണൻ തേരിനകത്ത് കയറ്റിയിരുത്തി. അപ്പം ഷണ്ണൻ ചോദിക്കുകയാണ്, രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്നൊക്കെ പറയുന്നത് പ്രവാചകൻ തന്നെ കുറിച്ച് പറയുന്നതാണോ മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണോ എന്നൊക്കെ സംശയം ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് യേശുവിനെ പറ്റി സുവിശേഷം അറിയിപ്പാനിടയായി. അല്ലേ? യേശു ആരാണെന്നും, യേശു ജനിച്ചത് എന്തിനാണെന്നും, യേശു മരിച്ചതിനെ കുറിച്ചും അടക്കപ്പെട്ടതിനെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ സുവിശേഷം അറിയിപ്പാനിടയായി. കണ്ടോ? അപ്പൊ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഷണ്ണൻ വഴിയാത്രയിൽ പറയുകയാണ്, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിൽ നിനക്ക് എന്താണ് വിരോധം? അവിടെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? സുവിശേഷത്തിന്റെ കൂട്ടത്തിലുള്ളതാ സ്നാനം കേട്ടോ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ സ്നാനത്തെ കൂടെ പരാമർശിച്ച് പറയുന്നത് നല്ലതാണ്. അപ്പം ഫിലിപ്പോസ് അങ്ങനെ പറഞ്ഞുവെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ അങ്ങനെ പറഞ്ഞെന്ന് എഴുതിയിട്ടില്ല. എങ്കിലും ഷണ്ണൻ പറയുകയാണ്, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിൽ നിനക്ക് എന്ത് വിരോധം?
എന്നാ വാ, ഞാൻ നിന്നെ ഇപ്പൊ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് രഥത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങുകയല്ല ചെയ്തു. ഒരൊറ്റ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? നീ യേശു ദൈവപുത്രനെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആരെയാ സ്നാനപ്പെടുത്തേണ്ടത്? യേശുവിനെ വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്തുവാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തെന്നാ വായിക്കുന്നേ? രണ്ടുപേരും കൂടെ വെള്ളത്തിൽ ഇറങ്ങി. അപ്പോ സ്നാനത്തിൽ രണ്ടുപേരും എവിടെ ഇറങ്ങണം? വെള്ളത്തിൽ ഇറങ്ങണം. നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരു പാത്രം വെള്ളം കൊണ്ട് തളിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ രഥത്തിൽ തീർച്ചയായും വെള്ളം കണ്ടേനെ, അല്ലേ? മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്ന ആ ഷണ്ണൻ വെള്ളം കരുതാതിരിക്കുവോ കുടിക്കാനായിട്ട്? തീർച്ചയായും വെള്ളം കണ്ടേനെ. പക്ഷെ സ്നാനത്തിന്റെ യഥാർത്ഥ ഉപദേശം അനുസരിച്ച് തളിച്ചല്ല സ്നാനപ്പെടുത്തേണ്ടത്, പിന്നെ മുക്കി സ്നാനപ്പെടുത്തണം, അല്ലേ? ഫിലിപ്പോസ് പറയാണ്, ഞാനിപ്പം എക്സ്ട്രാ തുണിയൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് നീ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കേ, ഞാൻ നിന്നെ പിടിച്ചു മുക്കാം, കരയ്ക്കിരുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് അണ്ണനെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. സ്നാനപ്പെട്ട ശേഷം കയറി വന്ന് തോർത്തിയതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നതുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഷണ്ണൻ സന്തോഷത്തോടെ തന്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി പിന്നെ അസ്തോദി കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര അത്ഭുതമല്ലേ! ഞാൻ ആ ഫിലിപ്പോസിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാം കേട്ടോ. ചിലപ്പോ ഫിലിപ്പോസ് ശമരിയിൽ ശുശ്രൂഷിക്കുന്ന കാണാം, ചിലപ്പം നടന്നു പോകുന്നത് കാണാം, മരുഭൂമി കൂടെ ഒക്കെ നടക്കുന്നത് കാണാം, ചിലപ്പം മന്ത്രിയുടെ കൂടെ തേരെ കയറി ഇരിക്കുന്നത് കാണാം. ദൈവദാസന്മാരെ കൊണ്ടുപോകുന്ന വഴിയാ ഞാനീ പറയുന്നത് കേട്ടോ. ചിലപ്പം ഈ അന്തരീക്ഷത്തിൽ കൂടെ പറന്നു പോകുന്ന കാണാം കേട്ടോ. ഞാൻ പറയാറുണ്ട്, അതുകൊണ്ട് ആരും കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല. ദൈവദാസന്മാരെ ദൈവം നടത്തുന്ന വഴികളൊക്കെയാ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വചനത്തിൽ നിന്ന് മാറി ഒന്നും നിന്നല്ല പറയുന്നത്. വചനത്തിന്റെ ഇതിന്റെ അർത്ഥം വെച്ചാ ഞാൻ പറയുന്നത്. അപ്പൊ ദൈവദാസന്മാരെ ദൈവം നടത്തുന്നതായ വഴികൾ വളരെ അത്ഭുതകരമാണ് എന്നാ ഞാൻ പറഞ്ഞത് ഈ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഫ്രിക്കക്കാരും യേശുവിനെ അറിയണം. അതാ കർത്താവിന്റെ ഉപദേശം. ഭൂലോകത്തിലൊക്കെയും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങി വരിക. അപ്പൊ ആഫ്രിക്കക്കാർ യേശുവിനെ അറിയണം, അവര് സ്നാനപ്പെടുകയും വേണം. പിന്നെ ഏഷ്യക്കാരനായ പൗലോസ് യേശുവിനെ അറിയണം. പൗലോസ് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള ഒരാളല്ലേ. ആ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നമ്മുടെ കർത്താവ് സന്ദർശിച്ചു, യേശുവിനെ വിശ്വസിക്കുവാനിടയായി. തുടർന്ന് പൗലോസ് സ്നാനമേൽക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഭൂഖണ്ഡക്കാരനായാലും അവൻ യേശുവിനെ അറിയുകയും സ്നാനമേൽക്കുകയും ചെയ്യണം എന്ന ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കാര്യം ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂറോപ്പുകാരും എന്ത് ചെയ്യണം? യേശുവിനെ അറിയണം. അതിനാണ് ദൈവം പൗലോസിനെയും ശീലാസിനെയും എങ്ങോട്ട് അയച്ചത്? യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ഫിലിപ്പിയ പട്ടണത്തിലേക്ക്, അഥവാ മക്കദോന്യ രാജ്യത്തിലേക്ക് ദൈവം അയക്കുവാനായിട്ട് ഇടയായി.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പുഴവക്കത്ത് പ്രാർത്ഥനാ സ്ഥലം ഉണ്ടെന്ന് കരുതി പൗലോസും ശീലാസും പുഴവക്കത്തേക്ക് ചെല്ലുവാനായിട്ടിടയായി. അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു നദിയുടെ പേര് ഗാം ഹൈറ്റ്സ് എന്ന് പറയുന്നതായ ഒരു പോഷക നദിയാണ്. ഗാം ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പോഷക നദിയെ സംബന്ധിച്ചാണ് പുഴവക്കത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് ചിന്തിച്ചത് അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരെവിടെ കുടിയേറി പാർത്താലും അവര് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അവര് സിനഗോഗ് പണിയുമായിരുന്നു. ഏത് സ്ഥലത്ത് ചെന്നാലും യഹൂദന്മാർ ചെയ്തിരുന്നൊരു കാര്യമാണ് ഏതാ? അവരുടെ സിനഗോഗ് പണിയുമായിരുന്നു. എന്തിനാ? ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അവർ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു കാര്യമാണത്. നമുക്കറിയാം, അനേക വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് വന്നതായിരിക്കുന്ന യഹൂദന്മാര് സിനഗോഗ് പണിതിട്ടുണ്ട്. എവിടെ? കൊച്ചി നഗരത്തിൽ. കൊച്ചി അവരുടെ പ്രത്യേക ഏരിയ തിരഞ്ഞെടുത്ത് അവിടെ താമസിച്ച് അവരവിടെ സിനഗോഗ് പണിതിട്ടുണ്ട്. അതുപോലെ ഈ പൗലോസ് വിചാരിച്ചു, ഫിലിപ്പിയ പട്ടണത്തിലും അല്ലെങ്കിൽ ഫിലിപ്പിയ ഏരിയയിലും എന്ത് കാണും? പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകും എന്ന് കരുതിയാണ് പൗലോസ് അവിടെ ചെന്നത്. എന്നാൽ അവിടെ പ്രാർത്ഥനാ സ്ഥലം ഇല്ലായിരുന്നു. കാരണം അവിടെ യഹൂദന്മാര് കുറവായിരിക്കാമെന്നാണ് കരുതുന്നത്. ആ യഹൂദന്മാരവിടെ വളരെ കുറവായിരുന്നതിനാൽ സിനഗോഗ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പുഴവക്കത്ത് കൂടിയതായിരിക്കുന്ന സ്ത്രീകളോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ത് ചെയ്തു? സുവിശേഷം പറയുവാനായിട്ടിടയായി. നോക്കണേ, ഒരു സ്ഥലത്തൊരു വേല ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന ആ ബദ്ധപ്പാടുകളും അധ്വാനങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിക്കണം. വെറുതെ ഒരു സഭ ഉണ്ടാകത്തില്ല. അതിന്റെ പുറകിൽ ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ചിലപ്പോ ഉപദ്രവങ്ങൾ വരെ ഏൽക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം സഭ സ്ഥാപിച്ച ആൾക്കാരാണ് അതിന്റെ വിഷമം. പിന്നീട് വരുന്നവർക്ക് അത്ര വിഷമമുണ്ടോ? ഇല്ല. പിന്നീട് വരുന്ന ആൾക്കാർക്ക് അവിടെയുള്ള പാഴ്സനേജിൽ താമസിക്കാം, അവിടെയുള്ള ചർച്ചുകളിൽ ആരാധന നടത്താം. പക്ഷേ അതിന്റെ പുറകിൽ എത്ര പേര് കഷ്ടപ്പെട്ടു എന്നും വേദന അനുഭവിച്ചു എന്നും എത്ര അധ്വാനിച്ചു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. അങ്ങനെ പുഴവക്കത്ത് കൂടിയതായ സ്ത്രീകളോട് പൗലോസ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏഷ്യ മൈനറിലെ ത്വയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ഹൃദയം ദൈവം തുറക്കാനിടയായി. അവൾ ആ സുവിശേഷം ഏറ്റെടുത്തു. അപ്പൊ ഫിലിപ്പിയ പട്ടണത്തിൽ ആദ്യം സുവിശേഷത്തിന് വിധേയയായത് ആരാണ്? കേവലം ഒരു സ്ത്രീയാണ്. അവൾ ആ വചനം ഏറ്റെടുത്തു. അവളുടെ ഹൃദയം ദൈവം തുറന്നു, അല്ലേ? അവളുടെ ഹൃദയത്തെ ദൈവം തുറക്കാനിടയാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, സുവിശേഷം പറയാനേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഹൃദയം തുറക്കുന്ന ആരാ? ദൈവമാണ്. നമ്മൾ തുറക്കാൻ പോയാൽ അത് പ്രശ്നമാണ്, അല്ലേ? ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അമേരിക്ക എന്നൊരു മിഷനറി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്.
ഒരു വർഷത്തിന് മുമ്പ്. വലിയ നീളമൊന്നും ഇല്ലാത്തൊരു മിഷനറിയാണ്. പക്ഷേ അദ്ദേഹം ഭയങ്കര ഗുസ്തിക്കാരനായിരുന്നു. വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് ഗുസ്തി പഠിച്ച ആളാണ്. അപ്പൊ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത, അദ്ദേഹം ആരോട് സുവിശേഷം പറഞ്ഞാലും ഉടനെ അവർ രക്ഷിക്കപ്പെട്ടോണം, അല്ലെ അദ്ദേഹത്തിന് ഇഷ്ടമില്ല, അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പൊ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, അപ്പൊ അജാനുബാഹുവായ ഒരു സായിപ്പിനോട് അദ്ദേഹം ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോ ആ സായിപ്പ് മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, ഒറ്റ ചാട്ടത്തിന് ആ സായിപ്പിന്റെ തോളേക്ക് ഈ മനുഷ്യൻ, എന്നിട്ട് അങ്ങ് ഇടിക്കാൻ തുടങ്ങി. ഇടിച്ചിടിച്ച് അവസാനം ആ സായിപ്പ് പറഞ്ഞു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു പറഞ്ഞു. അന്നേരം ഇടി നിർത്തിയത്. അങ്ങനാണോ രക്ഷിക്കപ്പെടുത്തണ്ടേ? ആണോ? അപ്പൊ സുവിശേഷം പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. കർത്താവാണ് ഹൃദയത്തെ എന്ത് ചെയ്യേണ്ടത്? തുറക്കേണ്ടത്. അത് ദൈവത്തിന്റെ ദൗത്യത്തിൽപ്പെട്ട കാര്യം. ഞാനിവിടെ അത് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൗലോസ് സുവിശേഷം അറിയിച്ചതായ സമയത്ത് അവിടെ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ആര്? ഈ ലുദിയ എന്ന് പറയുന്നതായ ഈ സഹോദരി. അങ്ങനെ ഫിലിപ്പിയ പട്ടണത്തിൽ പട്ടുവസ്ത്രമായിരിക്കുന്ന ഈ രക്താംബരം വിൽക്കുന്നതായ ഈ സ്ത്രീയാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. ഇത് വിലയേറിയ വസ്ത്രമാകയാൽ ധാരാളം വസ്ത്രങ്ങള് ഈ പട്ടാള കേന്ദ്രമായ ഫിലിപ്പിയയിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് ന്യായമായി ചിന്തിക്കാം, ഈ ലുദിയ ഒരു ധനികയായ സ്ത്രീ ആയിരുന്നു എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം. കാരണം അവളുടെ ബിസിനസ് ആ വിലയേറിയ പട്ടുവസ്ത്രം വിൽക്കുക എന്നുള്ളതായി. മാത്രമല്ല, അതിഥികളെ താമസിപ്പിക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒക്കെയുള്ള വീട് അവക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിനെയും ശിലാസിനെയും അവിടെ സ്വീകരിച്ച് അവിടെ താമസിപ്പിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഇനി ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെ ഫിലിപ്പിയ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നത് ആരാണ്? ഈ ലുദിയ എന്ന് പറയുന്നതായി മാന്യ സഹോദരിയായി. ആദ്യ ഫലമായിട്ട് ആ സഭയിൽ വന്നത് ആരാണ്? ഈ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ. അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിൽ പൈശാചിക ശക്തിയ ലക്ഷണം പറയുന്നതായ ഒരു വെളിച്ചപ്പാടത്ത് സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. എന്നാൽ അവൾക്ക് യജമാനന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവള് ലക്ഷണം പറഞ്ഞ് കിട്ടുന്ന പണം വാങ്ങാനായിട്ട് അവളുടെ പുറകിൽ ഒരു കൂട്ടം യജമാനന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ കിട്ടുന്നതായിരിക്കുന്ന കളക്ഷന്റെ നല്ലൊരു ഭാഗം യജമാനന്മാരെടുത്ത ശേഷം ഒരു ചെറിയ പങ്ക് മാത്രമേ ആർക്ക് കൊടുത്തിരുന്നുള്ളൂ? ഈ സ്ത്രീക്ക് അവര് കൊടുത്തിരുന്നുള്ളൂ. ഈ ദൈവദാസന്മാർ, അതായത് പൗലോസും ശീലാസും ഒക്കെ വഴിയാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ പല പ്രാവശ്യം ഇവള് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ്? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് ഇവള് പല പ്രാവശ്യം നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് ചിന്തിച്ചേ, ദൈവദാസന്മാരെ ഇങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം? ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്,
ഇവര് രക്ഷാമാർഗം അറിയിക്കുന്നവരാണ്. ഇതാരായി പറയുന്നേ? ഈ സ്ത്രീയിൽ കൂടെ പറയുന്നത് ആരാ? പിശാച. എന്നാ പിന്നെ പിശാച അതിന്റെ ബാക്കിയോട് പറയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കണമെന്ന് ഈ പിശാച് പറയണ്ടേ? അപ്പൊ പറഞ്ഞോ? അത് പിശാച് പറയത്തില്ല. പിശാച് എന്താ ചെയ്യുന്നത്? സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിക്കാൻ അനേകരുടെ കണ്ണ് കുരുടാക്കുന്ന ജോലിയാണ് പിശാചിനുള്ളത്, അല്ലേ? നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അവളിലുള്ളതായിരിക്കുന്ന പിശാചിനെ ശാസിക്കാനിടയായി. അങ്ങനെ അവൾ സ്വതന്ത്രയായി. പൈശാചിക ബന്ധനത്തിൽ നിന്ന് അവൾ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ലക്ഷണം പറയുന്ന സ്ത്രീ സുബോധം പ്രാപിച്ച് വേദപണ്ഡിതനായിരിക്കുന്ന ലൈഫ് ഫുഡ് എന്ന് പറയുന്ന ബിഷപ്പ് പറയുന്നത് അവൾ യേശുവിനെ സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഭയിലേക്ക് അടുത്തതായി കടന്നു വന്നത് ആരാണ്? പൈശാചിക ബന്ധനത്തിലായിരുന്ന ഈ ലക്ഷണം പറയുന്ന സ്ത്രീ ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം ഇടയാക്കി. അതാണ് നമുക്ക് രണ്ടാമതായിട്ട് ഫിലിപ്പിയ സഭയിലെ രണ്ടാമത്തെ ആളെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവൾ മുഖാന്തരമായി ലാഭം കൊയ്തെടുത്തുകൊണ്ടിരുന്നതായ യജമാനന്മാർ അവരുടെ ലാഭം നിന്നുപോയി എന്ന് മനസ്സിലായപ്പോൾ അപ്പോസ്തലന്മാരെ വലിച്ചിഴച്ച് ചന്തസ്ഥലത്ത് പ്രമാണിയുടെ അടുക്കൽ എത്തിച്ചു. അങ്ങനെ അവരെ വേണ്ട വിധത്തിൽ ഉപദ്രവിച്ച് അവസാനം എന്താ ചെയ്തത്? ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ ജയിലറയ്ക്കുള്ളിൽ അവരെ ആക്കുവാനിടയായി. അവരങ്ങനെ ജയിലിൽ അകപ്പെട്ടു. എന്നാൽ കൈകാലുകൾ ബന്ധനത്തിലാണെങ്കിലും ബന്ധനമില്ലാത്ത അവരുടെ അധരം കൊണ്ട് അവര് രാത്രിയിൽ സ്തോത്രഗീതം പാടാനിടയായി. അവര് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. രാത്രിയിൽ സ്തോത്രഗീതത്തെ നൽകുന്നവനായ ദൈവത്തിന്റെ സ്തോത്രഗീതങ്ങൾ അന്ന് രാത്രി ജയിലറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് അവർ രണ്ടുപേരും പാടുകയും അതോടുള്ള ബന്ധത്തിൽ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകുവാനിടയായി. ഉണ്ടോ? വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായത് മാത്രമല്ല, എന്ത് സംഭവിച്ചു? കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം അവിടെ ഇളകി. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നു. അവിടെ ഉണ്ടായിരുന്ന തടവുകാരുടെ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു. ഉണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ആരംഭിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ തടയുവാനായിട്ട് സാധിക്കത്തില്ല. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ഫിലിപ്പിയ സഭ ഉണ്ടായതിന്റെ കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആശാരി ഉപദേശിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കണ്ണൂർ ഭാഗത്ത് ഏതാണ്ട് 1976-77 കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു. പല സ്ഥലങ്ങളിൽ അദ്ദേഹം മീറ്റിംഗ് നടത്തി. ഞാനും അദ്ദേഹത്തിന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഇരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പോലെ ശക്തമായി സുവിശേഷം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആശ്ചര്യോപദേശി ശക്തമായി വഴിയിൽ നിന്ന് സുവിശേഷം പറയുകയും പാടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ പോലീസ് വന്ന് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷന്റെ അകത്ത് ചെന്ന ആശാരി അവിടെ കിടന്ന് പാടാനും പ്രസംഗിക്കാനും തുടങ്ങി. SI പറഞ്ഞു, ഈ പ്രാന്തനെ ഇനി ഇവിടെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ അത്ര ശക്തമായി. അപ്പോൾ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു, അവർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകൾ തുറന്നു, കൈകാലുകളിൽ നിന്ന് തടവുകാരുടെ ചങ്ങല അഴിഞ്ഞുപോയി. നോക്കിക്കേ, കാരാഗൃഹ പ്രമാണി ഉറക്കം ഉണർന്നെന്ന് എഴുതിയിരിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ജയിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ പിടിക്കപ്പെട്ടാൽ എന്നെ കൊന്നുകളയും. റോമൻ കാരാഗൃഹമാണെന്ന് ഓർത്തോണം. റോമൻ കാരാഗൃഹത്തിന്റെ പ്രമാണിയാണ് അദ്ദേഹം. തന്റെ അനാസ്ഥ മുഖാന്തരമാണ് ഇത് സംഭവിച്ചെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭയപ്പെട്ട മനുഷ്യൻ ആ ലജ്ജാകരമായിരിക്കുന്ന മരണം തനിക്ക് ഉണ്ടാകരുതെന്ന് കരുതി താന് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പൗലോസ് വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കാരാഗൃഹ പ്രമാണി സത്യം മനസ്സിലാക്കുവാനായിട്ടിടയായി. അങ്ങനെ സത്യം മനസ്സിലായത് മുഖാന്തരം എന്താ സംഭവിച്ചെന്നറിയാമോ? ആ രാത്രി കാരാഗൃഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ മുറിവുകളെയൊക്കെ കെട്ടി അവർക്ക് ആശ്വാസവും പകർന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു. അവിടെ നിന്നുകൊണ്ട് ശക്തമായി ആ കുടുംബത്തോട് പൗലോസ് സുവിശേഷം അറിയിക്കുവാനിടയായി. അന്ന് രാത്രി കാരാഗൃഹ പ്രമാണിയും കുടുംബം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞതായിരിക്കുന്ന വചനത്തിന് മുൻപിൽ ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രി തന്നെ ആ കുടുംബത്തെ സ്നാനപ്പെടുത്തുവാനിടയായി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മെമ്പേഴ്സ് ആരാണ്? ആദ്യം ലുദിയായും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം വെളിച്ചപ്പാടത്തി ദൈവഭാഗത്ത് വന്നു. അതിനുശേഷം ഫിലിപ്പിയ സഭയിൽ വന്നത് ആരാണ്? കാരാഗൃഹ പ്രമാണിയും കുടുംബവും. ഞാൻ അവരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത്തേത് ഒരു വ്യാപാരി അല്ലേ? രണ്ടാമത്തത് യജമാനന്മാരുടെ സ്വത്തായ ഒരു അടിമയായ പെൺകുട്ടി. മൂന്നാമത്തത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നോക്കുക, വിവിധ തുറകളിലുള്ളവരെയാണ് ദൈവം സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത് ഒരു രക്താംബരം വിൽക്കുന്ന സ്ത്രീ, രണ്ടാമത്തേത് ഒരു യവന സ്ത്രീ, മൂന്നാമത്തേത് ഒരു റോമാക്കാരൻ അല്ലേ? വ്യത്യസ്ത തുറകളിലുള്ളവരെയാണ് ദൈവം ഏത് കാലത്തും ദൈവസഭയിലേക്ക് കൂട്ടിവരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ദൈവസഭയ്ക്കകത്തുണ്ട്. ഒരു കൂട്ടര് മാത്രമല്ല, ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നുള്ളവരെയാണ് ദൈവം തന്റെ സഭയിലേക്ക് എക്കാലത്തും ചേർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലവും ഈ ലേഖനം എഴുതാനുള്ള ഉദ്ദേശവും ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഹെഡിങ് വ്യക്തമായിട്ട് കുറിച്ചുകൊള്ളണം. ഫിലിപ്പിയ ലേഖനത്തിന്റെ പശ്ചാത്തലവും എഴുതാനുണ്ടായ ഉദ്ദേശവും ഫിലിപ്പിയ ലേഖനം പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട്
എഫെസ്യ ലേഖനം എഴുതിയതിനു ശേഷം, അല്ലെങ്കിൽ എഫെസ്യ ലേഖനത്തോട് ചേർന്ന് ഫിലിപ്പിയ ലേഖനം എഴുതുവാനിടയായി. അപ്പൊ അതിന്റെ ഫിലിപ്പിയ ലേഖനം എഴുതാനുള്ള ഒരു പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ഫിലിപ്പിയയിലെ ഇടയന്മാരിൽ ഒരുവനായ എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പൗലോസിന്റെ അടുക്കൽ റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേരുവാനിടയായി. ഒരു സന്ദർശകനായിട്ടാണ് അദ്ദേഹം എവിടെ വന്നത്? റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിന്റെ യാത്രയെ സംബന്ധിച്ച് അന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏതാണ്ട് 1 മാസം യാത്ര ചെയ്താണ് അദ്ദേഹം റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഈ കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിനെ ശുശ്രൂഷിക്കുവാനും പൗലോസിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കടന്നു വരുവാനായിട്ടൊക്കെയാണ് ഫിലിപ്പിയ സഭയിൽ നിന്നൊരു പ്രതിനിധിയായിട്ട് ആരെ അയച്ചത്? എപ്പഫ്രോദിത്തോസിനെ അയക്കുവാനായിട്ട് ഇടയായി. ഈ പേര് തെറ്റിപ്പോകരുത്. എപ്പഫ്രോദിത്തോസ്, ഇതേ പേര് പോലെ അർത്ഥം വരുന്ന വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ സഭക്കാർ കൊടുത്തുവിട്ടതായിരിക്കുന്ന ഒരു സാമ്പത്തിക നന്മ അദ്ദേഹം കൊണ്ടുവന്ന് പൗലോസിനെ ഏൽപ്പിക്കുവാനായിട്ടിടയായി. അത് പൗലോസിന് വളരെ ആശ്വാസമായി തീർന്നു. അതിന് പൗലോസ് വിലമതിക്കുവാനിടയായി. കാരണം ഈ കഷ്ടത വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഓർക്കുകയും അവരോട് നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹവും, അവരെ ഓർക്കുമ്പോൾ ഒരു വിലമതിപ്പും നമുക്ക് അവരെ കുറിച്ച് ഉണ്ടാകും. അത് പൗലോസിന് മാത്രമല്ല, നമ്മുടെ എല്ലാ അനുഭവമാണ്. നമ്മുടെ അനുഭവം. ഞങ്ങള് 87 ഹൈദരാബാദിലേക്ക് പോകുന്ന സമയം, അന്ന് മൂത്ത മകന് 4 വയസ്സും ഇളയ മകന് 4 മാസം പ്രായവും. എന്നാൽ അതിന്റെ ചില വർഷങ്ങൾക്ക് മുൻപ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അറിയാത്ത ഭാഷക്കാരുടെ മധ്യത്തിലേക്ക് ഞാൻ നിന്നെ അയക്കും. ആ ഒരു ദൈവാത്മാവിന്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹൈദരാബാദിൽ എന്നെ അറിയുന്ന ആൾക്കാർ ആരുമില്ല, ഭാഷ അറിയാൻ വയ്യ. ഒരു സഭയിലേക്കല്ല പോയത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ സഭയില്ല. അവിടെ വളരെ കഷ്ടതകൾ അനുഭവിക്കാനിടയായി. കുഞ്ഞുങ്ങൾക്ക് രോഗം, സാമ്പത്തിക ഞെരുക്കം എന്ന് വേണ്ട വളരെ പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു പോകാനിടയായി. ഞാനങ്ങനെ ആ ടൗണിൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രയാസത്തോടെ നിൽക്കുക. കുഞ്ഞുങ്ങൾക്ക് ശരിയായുള്ള ഭക്ഷണം കൊടുക്കാൻ അന്ന് നിവൃത്തിയില്ലാതെ ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു സൈക്കിളിൽ ഒരു ദൈവദാസൻ അതുവഴി പോകാനിടയായി. എന്നെ അദ്ദേഹം കണ്ടു. ഏതാണ്ട് 87-88 കാലം ഞാൻ പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് ഒരു 100 രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലത്. കാരണം നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് ഒരിക്കലും അത് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാനത് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ റോമൻ
കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് വളരെ കഷ്ടതയിലായിരിക്കുമ്പോൾ തന്റെ ശുശ്രൂഷയാൽ സ്ഥാപിതമായിരിക്കുന്ന ഫിലിപ്പിയ സഭ വളർന്നു. അവരെല്ലാവരും കൂടെ അവരുടെ കഷ്ടതയുടെ മധ്യത്തിലും അവരാൽ കഴിയുന്ന ഒരു സാമ്പത്തിക നന്മ എപ്പഫ്രോദിത്തുസിന്റെ കയ്യിൽ കൊടുത്തയച്ച് അത് പൗലോസിനെ ഏൽപ്പിക്കുന്ന രംഗമാണ് ഞാൻ പറഞ്ഞത്. പൗലോസിന് ആ കാര്യം വളരെ വിലമതിച്ചൊരു കാര്യമായിരുന്നു. മാത്രമല്ല, തടവിലായിരിക്കുന്ന പൗലോസിനെ ശുശ്രൂഷിപ്പാൻ കൂടിയാണ് അദ്ദേഹം വന്നത്. പൗലോസിന് ഏതാണ്ട് വാർദ്ധക്യ അവസ്ഥയിലേക്ക് താൻ വന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആരോഗ്യവും ശാരീരികമായിരിക്കുന്ന ബലമൊന്നും പൗലോസിന് ഇപ്പോൾ ഇല്ല. പൗലോസിനെ ശുശ്രൂഷിപ്പാൻ കൂടിയാണ് സഭ ആരെ അയച്ചത്? എപ്പഫ്രോദിത്തോസിനെ അയക്കുവാനിടയായത്. മാത്രമല്ല, ഫിലിപ്പിയ സഭയുടെ അപ്പോഴുള്ള അവസ്ഥയും സഭയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഒരുപക്ഷെ പൗലോസിനോട് ഈ ദൈവദാസൻ പ്രസ്താവിച്ചു കാണും. അപ്പോൾ ഈ വിഷയങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി ഇവയ്ക്കെല്ലാം കൂടെ ചേർന്നുള്ള ഒരു മറുപടിയാണ് വാസ്തവത്തിൽ എന്ത് ഫിലിപ്പിയ ലേഖനമായിട്ട് നമ്മുടെ പക്കൽ ലഭിച്ചിരിക്കുന്ന ഈ പുസ്തകം. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതി അയക്കുന്നതായ ഓരോ കാര്യങ്ങളും ആ സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. കൊടുത്തുവിട്ടതായ നന്മയ്ക്കുള്ള മറുപടി, അതുപോലെ ആ സഭയുടെ അന്നത്തെ അവസ്ഥയ്ക്കുള്ള മറുപടി, ഇതെല്ലാം രേഖാമൂലം എഴുതിയതായ ഒരു കത്താണ് വാസ്തവത്തിൽ ഏത് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. പൗലോസിനെ എപ്പഫ്രോദിത്തോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എപ്പഫ്രോദിത്തോസിന് അത് രോഗം പിടിപെടുവാനിടയായി. രോഗം പിടിപെട്ടു. അതെല്ലാം നമ്മൾ ആ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. രോഗിയായി തീർന്നതായ എപ്പഫ്രോദിത്തോസിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു. പക്ഷേ രോഗം കുറഞ്ഞില്ല. അങ്ങനെ രോഗം കുറയാതെ ക്ഷീണിതനായിരുന്ന അദ്ദേഹത്തെ പൗലോസ് മടക്കി അയക്കുകയാണ്. എങ്ങോട്ട്? ഫിലിപ്പിയിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എപ്പഫ്രോദിത്തോസ് മടങ്ങി ചെല്ലുമ്പോൾ സഭക്കാർക്ക് ഈ എപ്പഫ്രോദിത്തോസിനോട് വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. നീ എന്തിനാണ് അവിടെ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് നീ മടങ്ങി വന്നത് എന്തിനാണ് എന്നുള്ളൊരു വിദ്വേഷം ഇദ്ദേഹത്തോട് സഭക്കാർക്ക് തോന്നും എന്ന് പൗലോസ് ഗ്രഹിച്ചിട്ട് അവനെ നിങ്ങൾ നന്നായി സ്വീകരിക്കണം, സ്നേഹത്തോടെ അവനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞും കൂടിയാണ് ഈ ഫിലിപ്പിയ ലേഖനം അവർക്ക് എഴുതി കൊടുക്കുവാനായിട്ട് ഇടയായത്. അപ്പൊ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ആ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം എന്താണെന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഹെഡിങ് എഴുതി വേണം ആ കാര്യങ്ങൾ റഫ് നോട്ടിൽ സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ പിന്നീട് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ഹെഡിങ്, സൈഡ് ഹെഡിങ് എഴുതി പോയിന്റ് ആയിട്ട് എഴുതി അത് പ്രത്യേകം വേണം ഈ നോട്ട് നിങ്ങൾ തയ്യാറാക്കാൻ. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം: 1, ഫിലിപ്പിയ സഭയോടുള്ളതായിരിക്കുന്ന തന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുക. എന്തിനുള്ള കൃതജ്ഞത? ഫിലിപ്പിയ സഭയുടെ കഷ്ടത സമയത്തും ദൈവദാസന് വേണ്ടി എപ്പഫ്രോദിത്തോസിന്റെ പക്കൽ
കൊടുത്തയച്ചതായിരിക്കുന്ന ആ സാമ്പത്തിക നന്മയ്ക്കുള്ളതായ ആ കൃതജ്ഞത. 4-ാം അധ്യായം 10 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വിഷയാടിസ്ഥാനത്തിൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവമക്കൾക്ക് ദൈവത്തോട് നന്ദി മാത്രം പോരാ, ആരോടും വേണം? നമ്മുടെ പ്രിയപ്പെട്ടവരോട് നന്ദി പറയണം, അല്ലെങ്കിൽ നന്ദി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് നന്ദി വേണം, ദൈവത്തോട് നന്ദി വേണം കേട്ടോ. നമുക്ക് വലിയ ചെലവൊന്നുമില്ല. ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ നന്ദി എന്ന ഒരു വാക്ക് പറയുന്നതിന് എന്തോ ചെലവ് നമുക്ക്? ചിലർക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ അവരുടെ മുഖഭാവം കണ്ടാൽ തോന്നും ഇതെനിക്കൊക്കെ ചെയ്യേണ്ടതാണ്, എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള മുഖഭാവം കാണിച്ചു. അങ്ങനല്ല, എല്ലാവരോടും നന്ദി പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കും. അത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി, ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശം നൽകുക. ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശം നൽകുക. അതെന്തൊക്കെയാ? ഫിലിപ്പിയർ സ്വർഗീയ പൗരത്വത്തിന് അനുസരണമായി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യരായി നടക്കണം. ഫിലിപ്പിയർ സ്വർഗീയ പൗരത്വത്തിന് അനുസരണമായി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ നടക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വന്നേച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ല നടക്കേണ്ടത്. പിന്നെ സ്വർഗീയ പൗരത്വത്തിന് അനുസരണമായി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യരായി നടക്കണം. 1-ാം അധ്യായം 27 മുതൽ 30 വരെ. രണ്ട് ഉപദേശം പറയുന്നതാണ്. രണ്ടാമതായി, സഭയായി ഐക്യമായിട്ട് ജീവിക്കണം. സഭയിൽ ഭിന്നിപ്പുണ്ടാകരുതെന്നാ പറഞ്ഞത്. സഭയിൽ ഐക്യത ഉണ്ടായിരിക്കണം. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 2:2. മൂന്ന്, ക്രിസ്തുവിന്റെ അനുസരണം നിങ്ങൾ മാതൃകയാക്കണം. ക്രിസ്തുവിന്റെ അനുസരണം നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃകയാക്കണം. 2:5 മുതൽ 8 വരെ. 4, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ, വക്രതയും കോട്ടവുമുള്ളതായ തലമുറയുടെ മധ്യത്തിൽ ദൈവവചനം പ്രമാണിച്ച് ജീവിക്കണം. രണ്ടിന്റെ 14 മുതൽ 16 വരെ. രണ്ടിന്റെ 14 മുതൽ 16 വരെ. 5, യഹൂദ പക്ഷവാദികളെ സൂക്ഷിക്കണം. യഹൂദ പക്ഷവാദികളെ സൂക്ഷിക്കണം. മൂന്നാം അധ്യായം 1 തൊട്ട് 3 വരെ.
നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്ന പോയിന്റ് മറക്കരുതേ. ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് എന്താ? ഫിലിപ്പിയ സഭയ്ക്ക് കൃതജ്ഞത പറയുക. രണ്ടാമത്, സഭയ്ക്ക് ആവശ്യമായ ഉപദേശം നൽകുക. ആ 5 കാര്യങ്ങളാണ് ഇപ്പൊ എഴുതിയത്. ഇനി അടുത്തത് 3, ലേഖനം എഴുതാനുള്ളതായ 3-ാമത്തെ ഉദ്ദേശം, ഫിലിപ്പിയരുടെ ഹൃദയവും മനസ്സും സന്തോഷത്താൽ നിറയണം. ഫിലിപ്പിയരുടെ ഹൃദയവും മനസ്സും എന്ത് ചെയ്യണം? സന്തോഷത്താൽ നിറയണം. എന്ന് പറഞ്ഞാൽ, പൗലോസ് ഇപ്പോൾ തടവിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് സഭ എന്ത് ചെയ്യരുത്? വ്യാകുലപ്പെടരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഞാൻ അനുഭവിക്കുന്നതായിരിക്കുന്ന ഈ തടവ് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണിത് സംഭവിച്ചതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. എന്ന് പറഞ്ഞാൽ, പൗലോസ് കാരാഗ്രഹത്തിലായതുകൊണ്ട് ദൈവസഭ ദുഃഖിക്കുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യരുത്. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കണം. 1:12 മുതൽ 17 വരെ. നാലാമത്തെ ഉദ്ദേശം, എപ്പഫ്രോദിത്തുസിന് ഹൃദ്യമായ സ്വീകരണം നിങ്ങൾ നൽകണം. രണ്ടിന്റെ 28-29. നമ്മളൊരു ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലവും അതിന്റെ ഉദ്ദേശങ്ങളും ഒക്കെ വ്യക്തമായി പഠിക്കുകയും നമ്മുടെ വചന ശുശ്രൂഷയിൽ അതൊക്കെ മറ്റുള്ളവരെ ഓർപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇത്ര വിശദമായി നിങ്ങളെ ഓർപ്പിപ്പാൻ കാരണം. നമ്മൾ പഠിച്ചിട്ട് വേണം മറ്റുള്ളവരെ അറിയിക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കാറൊന്നുമില്ല, സമയത്ത് ദൈവം എനിക്ക് തരും. അത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തിമോത്തിയോസിനോട് തന്നെ പൗലോസ് പറയുന്നത്, വായന, ഉപദേശം, പഠനം, ഇതൊക്കെ നീ അതിൽ ശ്രദ്ധ കാണിക്കണമെന്നാണ് പറഞ്ഞത്. തക്ക സമയത്ത് ലഭിക്കുന്നതൊക്കെ ശരിയാകണമെന്നൊന്നുമില്ല കേട്ടോ. ആരോ വിളിച്ചു പറഞ്ഞു, സോദോം ഗോമോറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? അത് സഹോദരനും സഹോദരിയുമാണ്. ശരിയാണോ അത്? സോദോം ഗോമോറ എന്ന് പറഞ്ഞ 2 പട്ടണമല്ലേ? അതുപോലും അറിയാൻ വയ്യാതെ എഴുന്നേറ്റ് നിന്ന് സമയത്ത് വിളിച്ചു പറഞ്ഞതാ ദൈവം തരുമെന്ന് പറഞ്ഞിട്ട്. അൽഫയും ഓമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഓമയ്ക്ക പോലെ 2 ഫലങ്ങളാണത്. ശരിയാണോ? അതുകൊണ്ട് ദൈവദിനം പഠിച്ച് നമുക്കാർക്കും ഇങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മണ്ടത്തരങ്ങൾ അല്ലേ? പത്രോസിന് ഭാര്യ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വചനം കേട്ട അറിയാവുന്ന ആരാണ്ട് വിളിച്ചു ചോദിച്ചു, പിന്നെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് 1 പത്രോസിന്റെ കാര്യമാണ്. 2 പത്രോസാണ് കല്യാണം കഴിച്ചത്. അങ്ങനൊന്നും വരാനിടയാകരുത്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അടുത്തതായിട്ട് ഈ ലേഖനത്തിന്റെ സവിശേഷതകളാണ് നമുക്ക് ചിന്തിപ്പാനുള്ളത്. ലേഖനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം?
ഒന്ന്, പൗലോസിന്റെ സ്വഭാവ മാധുര്യം ഈ ലേഖനത്തിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ലേഖനം ഹൃദയത്തിന്റെ ഒരു ലേഖനമാണ്. കൃതജ്ഞതയും വിശ്വാസവുമെല്ലാം കവിഞ്ഞൊഴുകുന്ന സ്നേഹ നിർഭരമായ എഴുത്താണ് ഈ ലേഖനം. അപ്പൊ പൗലോസിൽ നിന്ന് നമുക്ക് ഈ ലേഖനത്തിൽ കൂടെ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹത്തിന്റെ കൃതജ്ഞതാ മനോഭാവം, അദ്ദേഹത്തിന്റെ വിശ്വാസം, ഇതെല്ലാം ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ ലേഖനത്തിന്റെ ഒരു സവിശേഷതയാണ്. മറ്റൊരു പ്രത്യേകത, സവിശേഷത, ഗലാത്യ ലേഖനത്തിലുള്ളതുപോലെ ഉപദേശ പിശകുകളെ കുറിച്ചോ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഉപദേശ പിശകിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഉപദേശ പിശകുകളെ കുറിച്ചോ കോരിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവിത പിശകുകളെ കുറിച്ചോ ഒന്നും എഴുതിയിട്ടില്ല. ക്രിസ്തീയ സ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും അനുഭവങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ചില ലേഖനങ്ങൾ ഉപദേശ പെശകനെ കണ്ണിച്ചെഴുതിയിട്ടുണ്ട്. ചില ലേഖനങ്ങളിൽ ജീവിത പെശകനെ കുറിച്ച് പൗലോസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ലേഖനത്തിൽ അതൊന്നുമില്ല. പിന്നെ എന്തേ ഉള്ളൂ? ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ചും കൃതജ്ഞത അല്ലെങ്കിൽ നന്ദിയെക്കുറിച്ചുമുള്ളതായ കാര്യങ്ങളാണ് ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അത് ഈ ലേഖനത്തിന്റെ ഒരു സവിശേഷതയാണ്. അടുത്തൊരു പ്രത്യേകത, അടുത്തൊരു സവിശേഷത, സന്തോഷം അല്ലെങ്കിൽ സന്തോഷിക്കുക എന്ന പദം 16 പ്രാവശ്യം ലേഖനത്തിൽ കാണാൻ കഴിയും. ഓർക്കണം, പൗലോസ് എവിടെ കിടന്നുകൊണ്ടാ എഴുതുന്നേ? കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാ. ഫിലിപ്പിയരുടെ സഭയിൽ പൗലോസിനെ കുറിച്ചൊരു നല്ല അറിവുണ്ട്. ഫിലിപ്പിയ സഭ സ്ഥാപിക്കുന്ന കാലത്ത് റോമൻ കാരാഗ്രഹ പ്രമാണി അതിന്റെ ദൃക്സാക്ഷിയാ, അല്ലേ? ആ വെളിച്ചപ്പാടത്തിയുടെ യജമാനന്മാര് മുഖാന്തരം കിട്ടിയ അടിയും ഉപദ്രവവും ഒക്കെ ഏറ്റ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും പൗലോസും ശീലാസും പാടി ദൈവത്തിൽ സന്തോഷിച്ച അനുഭവം ഫിലിപ്പിയ സഭക്കാർക്ക് അറിയാം. ഇപ്പോൾ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലാണ്. അവിടെ കിടന്നുകൊണ്ട് സഭയെ തന്നെ ഓർപ്പിക്കുന്നത് എന്താ? നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരാകണം. ഈ ഒരു വാക്ക് ലേഖനത്തിലുള്ളത് ഓർക്കുമ്പോൾ എല്ലാവർക്കും അതിശയം തോന്നും. ഇത് വെറുതെ ഭംഗി വാക്കല്ല, തന്റെ അനുഭവത്തിൽ കൂടെ എഴുതിയതായ ഒരു ലേഖനമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകത, പരമമായ ചിന്തയ്ക്ക് ഈ ലേഖനം പ്രാധാന്യം നൽകുന്നു. ചിന്തിക്കണം എന്നുള്ള കാര്യത്തിന് ഈ ലേഖനം പ്രാധാന്യം നൽകുന്നുണ്ട്. 10 പ്രാവശ്യം ചിന്തിക്കുക എന്നുള്ള പദം ഈ ലേഖനത്തിലുണ്ട്. ഭാവം, വിചാരം, ഇതെല്ലാം ആ അർത്ഥത്തിലുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ മതി. കാരണം നമ്മുടെ സമയം അടുത്തിരിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ സവിശേഷതകളാണ് അവസാനമായി നാം ചിന്തിച്ചത്.
ഇനിയും പ്രത്യേകമായ ഒരു സവിശേഷതയൂടെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയാൽ സമയത്തിന് മുമ്പേ തീരെ